Dear students, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരറ്റോ ഒപ്റ്റിമാലിറ്റി ക്രൈറ്റീരിയൻ ആണ്. സോ economists defined social welfare as a sum total of cardinally measurable utility of different members of a society. നമ്മൾ ഇതുവരെ കണ്ടത് നിയോ ക്ലാസിക്കൽ അല്ലെങ്കിൽ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ് എന്താണ് പറഞ്ഞത്, സോഷ്യൽ വെൽഫെയർ അല്ലെങ്കിൽ ടോട്ടൽ വെൽഫെയർ എന്ന് പറഞ്ഞാൽ മൂന്ന് ഇൻഡിവിജ്വൽസ് ഉണ്ടെങ്കിൽ മൂന്ന് ഇൻഡിവിജ്വൽസിന്റെയും യൂട്ടിലിറ്റി നമ്മൾ പ്ലസ് ചെയ്താൽ യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് സം നമ്പർ. അതാണ് കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് 200 യൂട്ടിൽ അല്ലെങ്കിൽ 50 യൂട്ടിൽ അല്ലെങ്കിൽ 30 യൂട്ടിൽ 80 യൂട്ടിൽ, അങ്ങനെ നമ്മൾ യൂട്ടിലിറ്റീനെ നമ്മൾ കാർഡിനൽ ആയിട്ട് നമ്മൾ മെഷർ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ആൻഡ് വി സീ ദാറ്റ് social welfare is the sum total of cardinally measurable utility of different members of a society. നമ്മൾ കഴിഞ്ഞ ഇതിൽ ബന്ധം ക്രൈറ്റീരിയൻ ഒക്കെ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, W or total welfare is equal to utility of A plus utility of B plus utility of C. അങ്ങനെ മൂന്ന് ഇൻഡിവിജ്വൽസ് ഉണ്ടെങ്കിൽ ഒരു സൊസൈറ്റിയിൽ മൂന്ന് ഇൻഡിവിജ്വൽ ഉണ്ടെങ്കിൽ ആ മൂന്ന് ഇൻഡിവിജ്വൽസിന്റെയും ഓരോരുത്തരുടെയും യൂട്ടിലിറ്റി നമ്മൾ ആഡ് ചെയ്താലാണ് നമുക്ക് ടോട്ടൽ വെൽഫെയർ കിട്ടുക. ഇതായിരുന്നു പാരറ്റോ. പാരറ്റോന് മുന്നേ ഈ പറഞ്ഞ ബന്ധാമാണെങ്കിലും അല്ലെങ്കിൽ കാർഡിനലിസ്റ്റ് പ്രിൻസിപ്പിൾ ആണെങ്കിലും അല്ലെങ്കിൽ മാർഷൽ ആണെങ്കിലും അല്ലെങ്കിൽ ആഡം സ്മിത്ത് ആണെങ്കിലും പറഞ്ഞതൊക്കെ ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഇത് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ്, ഈ ഒരു കോൺസെപ്റ്റ് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് ആര് വന്നിട്ടുള്ളത്, പാരറ്റോ വന്നിട്ടുള്ളത്. അപ്പം ഇവരുടെ ഈ രണ്ട് അസംഷൻസ് ആണ് മെയിൻ ആയിട്ട് ഇവർ ക്രിട്ടിസൈസ് ചെയ്തത്. ദാറ്റ് ഈസ് ഇന്റർപേഴ്സണൽ കമ്പാരിസൺ ഓഫ് യൂട്ടിലിറ്റി ക്യാൻ ബി ഡൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാർഡിനൽ മെഷർമെന്റ് ഓഫ് യൂട്ടിലിറ്റിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് അസംഷൻസ് ആണ് നമ്മുടെ പാരറ്റോ എന്ത് ചെയ്തത്, ക്രിട്ടിസൈസ് ചെയ്തത്. So we are going to discuss about Pareto optimality criteria or Pareto efficient conditions for social welfare. അപ്പോൾ എന്തൊക്കെയാണ് അതെന്ന് നമുക്ക് നോക്കാം. സോ വെൽഫെയർ എക്കണോമിക്സ് ഈസ് എ പാർട്ട് ഓഫ് നോർമാറ്റീവ് എക്കണോമിക്സ്. നിങ്ങൾക്കറിയാം വെൽഫെയർ എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ പാർട്ട് ഓഫ് നോർമാറ്റീവ് എക്കണോമിക്സ്. നോർമാറ്റീവ് എക്കണോമിക്സ് നമ്മൾ പറഞ്ഞു എന്താണ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ വാല്യൂ ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഒപ്പീനിയന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു പ്രിഫറൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുവാണ്. ഇറ്റ് ഈസ് സബ്ജക്റ്റീവ് ആണ് എന്ത് നോർമാറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ വെൽഫെയർ എക്കണോമിക്സ് ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് നോർമാറ്റീവ് എക്കണോമിക്സ്. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ്. ദെൻ നമ്മൾ ഇതിനകത്ത് ഇനീഷ്യൽ കോൺട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് പറയുന്നത് മാർഷൽ, പിഗുവിനെ പോലെയുള്ള ആൾക്കാരൊക്കെയാണ് ഇതിന് ഫസ്റ്റ് ഈ ഇനീഷ്യൽ ആയിട്ട് ഇവരെ പറയാനുള്ളത്. അപ്പം മാർഷൽ ആൻഡ് പിഗു ആർ കൺസിഡേർഡ് ആസ് ഇനീഷ്യൽ കോൺട്രിബ്യൂട്ടേഴ്സ് ടു ദി വെൽഫെയർ എക്കണോമിക്സ്. ദെൻ അതർ കോൺട്രിബ്യൂട്ടേഴ്സ് ടു വെൽഫെയർ എക്കണോമിക്സ് വിൽഫ്രെഡോ പാരറ്റോ, നിക്കോളാസ് കാൽഡോർ, ഹിക്സ്, സ്കിറ്റോവിസ്കി അല്ലെങ്കിൽ സൈറ്റോവിസ്കി എന്നും പറയും പ്രൊനൗൺസിയേഷൻ. അപ്പൊ സ്കിറ്റോവിസ്കി, സാമുവൽസൺ, ബെർഗ്സൺ, ഇവരൊക്കെയാണ് ന്യൂ വെൽഫെയർ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ പറയുന്നത് ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് വെൽഫെയർ എക്കണോമിക്സ് ഈസ് ടു മെഷർ ദ വെൽഫെയർ ഓഫ് സൊസൈറ്റി. അപ്പൊ വെൽഫെയർ എക്കണോമിക്സ് എന്ന് പറയുന്ന ആ ഒരു ബ്രാഞ്ച്, മൈക്രോ എക്കണോമിക്സിന്റെ ബ്രാഞ്ച് എന്തിനാണ് വന്നിട്ടുള്ളത്, നമ്മളെ സൊസൈറ്റിയിലെ വെൽഫെയർ എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെൽഫെയർ എക്കണോമിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച് ഒറിജിൻ ചെയ്തിട്ടുള്ളത്. Neoclassical welfare economics was based on cardinal measurement of welfare. നമ്മൾ പറഞ്ഞു ബന്ധാം അതുപോലെ തന്നെ മാർഷൽ പോലെയുള്ള ആൾക്കാർ അവർ കാർഡിനൽ മെഷർമെന്റ് ഓഫ് വെൽഫെയർ ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് യൂട്ടിലിറ്റി അല്ലെങ്കിൽ നമ്പർ ടേംസിൽ നമുക്ക് യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് സം നമ്പർ. ഇത്ര യൂട്ടിൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് കാർഡിനൽ മെഷർമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെൽഫെയർ എന്ന് പറഞ്ഞാൽ അവരെന്താണ് പറഞ്ഞത്, നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു,
W equal to UA plus UB plus UC. That is utility of A യും utility of B യും utility of C. A, B, C എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ് ആണ്. ഇവർ 3 പേരുടെയും യൂട്ടിലിറ്റി നമ്മൾ ആഡ് ചെയ്താലാണ് ടോട്ടൽ യൂട്ടിലിറ്റി കിട്ടുക. അല്ലെങ്കിൽ യൂട്ടിലിറ്റി ഈസ് ആഡിറ്റീവ്. യൂട്ടിലിറ്റി ക്യാൻ ബി ആഡഡ്. അപ്പൊ ഇത് കാർഡിനൽ മെഷർമെന്റ് ഓഫ് വെൽഫെയർ ആണ് എന്ത് നിയോ ക്ലാസിക്കൽ വെൽഫെയർ എക്കണോമിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ദിസ് അപ്രോച്ച് വാസ് ക്രിട്ടിസൈസ്ഡ് ബൈ സെവറൽ എക്കണോമിസ്റ്റ്. അപ്പോൾ ഈ ഒരു അപ്രോച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു കാർഡിനൽ മെഷർമെന്റ് ഓഫ് വെൽഫെയർ ആണ്, ഇന്റർപേഴ്സണൽ കമ്പാരിസൺ ഉണ്ട്. ഈ 2 അസംഷൻസ് മെയിൻ ആയിട്ട് ക്രിറ്റിസിസം നേരിടേണ്ടി വന്നിട്ടുണ്ട്, ഈ 2 അസംഷൻസ്. അപ്പൊ ഈ 2 അസംഷൻസും ക്രിട്ടിസൈസ് ചെയ്തത്, അതിനെ വിമർശിച്ചത് ആരായിരുന്നു? പാരറ്റോ ആയിരുന്നു. ഒരാള് അതിനകത്ത് മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആള് പാരറ്റോ ആണ്. So according to him, Pareto rejected notion of cardinal utility and its additive nature. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാർഡിനൽ ആയിട്ട് നമുക്ക് ഇത് മെഷർ ചെയ്യാൻ പറ്റില്ല, ഒരു യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ആഡിറ്റീവ് നേച്ചർ, ആഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ടോട്ടൽ വെൽഫെയർ ഈക്വൽ ടു യൂട്ടിലിറ്റി ഓഫ് എ പ്ലസ് യൂട്ടിലിറ്റി ഓഫ് ബി പ്ലസ് യൂട്ടിലിറ്റി ഓഫ് സി, അങ്ങനെ നമുക്ക് ആഡ് ചെയ്യാനൊന്നും പറ്റില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പം കാർഡിനൽ യൂട്ടിലിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ ആഡ് ചെയ്യാനും പറ്റില്ല. ഓക്കെ, അപ്പം നിയോ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് പറഞ്ഞ ഈ കാർഡിനൽ യൂട്ടിലിറ്റിനെയും ആഡിറ്റീവ് നേച്ചറിനെയും ഇദ്ദേഹം റിജക്ട് ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹം ഹി ഡിറ്റാച്ച്ഡ് വെൽഫെയർ എക്കണോമിക്സ് ഫ്രം ഇന്റർപേഴ്സണൽ കമ്പാരിസൺ ഓഫ് യൂട്ടിലിറ്റി. അപ്പോൾ വെൽഫെയർ എക്കണോമിക്സിനെ മൊത്തമായിട്ട് പറയുന്നത് എന്താണ്? ഇന്റർപേഴ്സണൽ കമ്പാരിസൺ ഓഫ് യൂട്ടിലിറ്റി. നമ്മൾ ഒരാളുടെ യൂട്ടിലിറ്റി മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യുവാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കിയത്. അപ്പൊ അങ്ങനെയല്ല നമ്മൾ പാരറ്റോ ചെയ്തത്. പാരറ്റോ എന്താണ് ചെയ്തത്? ദാറ്റ് ഈസ് നോൺ ഇന്റർപേഴ്സണൽ കമ്പാരിസൺ ഓഫ് യൂട്ടിലിറ്റി. അവിടെ യൂട്ടിലിറ്റി കമ്പയർ ചെയ്യുന്നില്ല, ദാറ്റ് ഈസ് ഇന്റർപേഴ്സണൽ കമ്പാരിസൺ അവിടെ നടത്തുന്നില്ല. നെക്സ്റ്റ്, പാരറ്റോ കൺസെപ്റ്റ് ഓഫ് മാക്സിമം സോഷ്യൽ വെൽഫെയർ വിച്ച് ഈസ് ബേസ്ഡ് അപ്പോൺ ordinal utility and is also free from value judgment occupies a significant place in modern welfare economics. അപ്പോൾ നമ്മുടെ പാരറ്റോ എന്ന് പറയുന്നത് മോഡേൺ വെൽഫെയർ എക്കണോമിക്സിൽ വരുന്നതാണ്. ഓക്കെ, മോഡേൺ വെൽഫെയർ എക്കണോമിക്സിൽ വരുന്നതാണ്. അപ്പോൾ പാരറ്റോയുടെ മാക്സിമം സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്നത് ഓർഡിനൽ യൂട്ടിലിറ്റിന്റെ ബേസിസിലാണ്, നോട്ട് ഓൺ കാർഡിനൽ യൂട്ടിലിറ്റി. And it is also free from value judgment. It is also free from value judgment. Okay, then നമുക്ക് പറയാൻ പറ്റും അസംഷൻസ് എന്തൊക്കെയാണ്? ഓർഡിനൽ യൂട്ടിലിറ്റി. പാരറ്റോയുടെ അസംഷൻ മെയിൻ ആയിട്ടുള്ളത് ഓർഡിനൽ യൂട്ടിലിറ്റി ആണ്. ഇത് നിങ്ങൾ മനസ്സിൽ എന്തായാലും തറപ്പിച്ച് വെക്കണം. എന്താണ് അസംഷൻ എന്തൊക്കെയാണ്? ഓർഡിനൽ യൂട്ടിലിറ്റി, അതേപോലെ തന്നെ നോൺ ഇന്റർപേഴ്സണൽ കമ്പാരിസൺ ഓഫ് യൂട്ടിലിറ്റി. നോൺ ഇന്റർപേഴ്സണൽ കമ്പാരിസൺ ഓഫ് യൂട്ടിലിറ്റി. നെക്സ്റ്റ് നമ്മൾ പറയുവാണ് വിൽഫ്രെഡോ പാരറ്റോനെ കുറിച്ചിട്ട്. ഹി വാസ് എൻ ഇറ്റാലിയൻ ഇക്കണോമിസ്റ്റ്. In the year 1906 he published Manuals of Political Economy. He published Manuals of Political Economy and he introduced certain conditions for optimality. അപ്പോൾ ഇദ്ദേഹമാണ് ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻസ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് നമ്മൾ പാരറ്റോ എഫിഷ്യന്റ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. സോ ഹി ഇൻട്രൊഡ്യൂസ്ഡ് certain conditions for optimality and it is known as the Pareto efficient conditions. So condition of economic efficiency which can be objectively measured. അപ്പൊ ഇതാണ് പറയുന്നത് പാരറ്റോ, ഇതാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, in the Pareto optimum position the welfare of an individual of the society cannot be increased without decreasing the welfare of any other member. അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ്, വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. പാരറ്റോ ഒപ്റ്റിമം പൊസിഷൻ. പാരറ്റോ ഒപ്റ്റിമം പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിയിൽ 2 ഇൻഡിവിജ്വൽസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു സൊസൈറ്റിയിൽ 2 ഇൻഡിവിജ്വൽസ് ഉണ്ട്. അപ്പോൾ ഒരാളുടെ വെൽഫെയർ ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, ഒരാളുടെ വെൽഫെയർ നമുക്ക് ഇൻക്രീസ് ചെയ്യണം. അപ്പൊ നമുക്ക് മറ്റൊരാളുണ്ട്, എയും ബിയും ഉണ്ടെങ്കിൽ ബിയുടെ വെൽഫെയർ കുറച്ചുകൊണ്ട് മാത്രമേ നമുക്ക് എക്ക് വെൽഫെയർ ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് പാരറ്റോ ഒപ്റ്റിമം സൊല്യൂഷൻ അല്ലെങ്കിൽ പാരറ്റോ ഒപ്റ്റിമം
പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ പാരറ്റോ ഒപ്റ്റിമം എപ്പോഴാണ്? നമുക്ക് എയുടെ വെൽഫെയർ ഇൻക്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബിയുടെ വെൽഫെയർ നമ്മൾ റെഡ്യൂസ് ചെയ്തേ മതിയാവുള്ളൂ. അങ്ങനെ ബിയുടെ വെൽഫെയർ കുറച്ചാൽ മാത്രമേ നമുക്ക് എയുടെ വെൽഫെയർ ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് പാരറ്റോ ഒപ്റ്റിമം പൊസിഷൻ എന്ന് പറയുന്നത്.